ആരോഗ്യമുള്ള നാടിനായി നമുക്ക് കൈകോർക്കാം എന്ന ആശയവുമായി കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഡുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വയലാ സ്കൂൾ ജംഗ്ഷനിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AD സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്തിന് നേതൃത്വത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം 2-ാം വാർഡ്, 13-ാം വാർഡ്, 14-ാം വാർഡ്, 4, 5, 9 വാർഡുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ നടക്കുന്നത് 11-ാം വാർഡിൻ്റെ ശുചീകരണ പ്രവർത്തനമാണ്. ഇത് വയലാ ടൗൺ കേന്ദ്രീകരിച്ച് ഇവിടുത്തെ തൊഴിലുറപ്പ് പ്രവർത്തകരായ സഹോദരങ്ങൾ, ഒപ്പം തന്നെ ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടാണ് ഈ ആരോഗ്യ ജാഗ്രത എന്ന പേരിൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത്. മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതോടനുബന്ധിച്ചാണ് കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രവർത്തനം നടക്കുന്നത്. അത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നാടും നഗരവും മുഴുവൻ ശുചിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് എല്ലാവരും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിന സിറിയക്, 12-ാം വാർഡ് മെമ്പർ ഗംഗാദേവി പടിയറ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജാത അനിൽ, മെമ്പർമാരായ മേഴ്സി ബേബി, ഷീജാദേവി, പൊതുപ്രവർത്തകരായ ബാബു എബ്രഹാം, ബേബി വർക്കി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജികുമാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. i4u ന്യൂസ്, ഏറ്റുമാനൂർ.